ചോല കണ്ടേ പുഴകൾ കണ്ടേ താഴിടം തമ്പിരന്താരേ താരാരേ തമ്പിരന്താരേ പാകപോവേ കണ്ടേ ചോല കണ്ടേ മാമല കണ്ടേ ചോല കണ്ടേ പുഴകൾ കണ്ടേ കായ്കളും തമ്പിരന്താനേ താരാരേ തമ്പിരന്താനേ In 300 meters, continue straight past Mario. Head southeast on Major District Road 1071. Head northwest on Major District Road 1071. In 800 meters, turn left to stay on Major District Road 1071. നമ്മളിപ്പോൾ ഉള്ളത് ക്യാരറ്റിൻ്റെ മാർക്കറ്റിലാണ്. എങ്ങനെയാണ് ഒരു ക്യാരറ്റ് നമ്മൾ വിപണിയിൽ എത്തുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ട് അവിടുന്ന് പറിച്ച് ഈ ലോറിയിൽ കൊണ്ടുവരും. ലോറി കൊണ്ടുവന്നതിന് ശേഷം ഈ മാർക്കറ്റിലാണ് എത്തുക. ഇവിടെ മാർക്കറ്റില്ല, ഇതിൻ്റെ ഇത് വാങ്ങുന്നവരെ കയ്യിൽ. എന്നിട്ട് ഇവരിതാ ഇതുപോലെ ചാക്കിലാക്കിയിട്ടായിരിക്കും കൊണ്ടുവരിക. ഈ ചാക്ക് നേരെ ഇതിലോട്ട് തള്ളും. ഈ ഒരു ഇതിലോട്ട് കാണാവുന്നതാണ് നിങ്ങൾക്ക്. ഇതുപോലെ ചളിയായിരിക്കും. എന്നിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോയി ഇതിലൂടെ മുകളിലോട്ട് പോയി ഇങ്ങനെ വരും. ഇതിൽ വാഷിങ്ങിൽ നല്ലതല്ലാത്തത് ഇവരിതുപോലെ പുറത്തോട്ട് ഇടും. എന്നിട്ട് നല്ലത് ഇവിടെ ഇതിലോട്ടാകും. ഇങ്ങനെയാണ് ഒരു ക്യാരറ്റ് ഇതാകുന്നത്. അവസാനം ഇതുപോലെ നല്ല ക്യാരറ്റ് ആയതിനു ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവരും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്യാബേജിൻ്റെ തോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ നേരത്തെ ക്യാബേജ് ഒന്നും കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടത്തിലേയും, അപ്പോൾ അതും കൂടിയാണ് തീർക്കാച്ച്. അപ്പോൾ ഇനി നമ്മൾ മനോഹരമായ ക്യാബേജിൻ്റെ തോട്ടത്തിലൂടെയാണ് ഒരു സഞ്ചാരം. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാബേജ്. കണ്ടോ, വലിയ ക്യാബേജാണ്. ഈ കാണുന്നതെല്ലാം ക്യാബേജാണ്. ഇവിടെയും കാണാം ചുറ്റും ക്യാബേജ്. ഈ തോട്ടം ഫുള്ള് നമുക്കായി തുറന്ന് തന്നൊക്കെയാണ് ആ ഷെഡിലുള്ള ഇതിൻ്റെ ഓണർ. എങ്ങനെയുണ്ട് മുഫീദ? മുഫീദ, എനിക്ക് ക്യാബേജ് തോട്ടത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കണോ? ഉയ്, ക്യാബേജ് ഫോട്ടോ നമുക്ക് വരുമ്പോഴത്തെ ഫോട്ടോ എടുത്താൽ മതിയോ? അങ്ങനെ നല്ല ഭംഗിയില്ലേ? ആ കാണുന്നത് തേയിലത്തോട്ടമാണ്, കൂടാതെ അതിൽ ക്യാരറ്റും ഉണ്ട്. എല്ലാം മിക്സ്ഡാണ് ഇവിടെ. ഇതെല്ലാം ഈ കാണുന്നതൊക്കെ നല്ല ഗ്രീനായിട്ടുള്ളത് ക്യാരറ്റും മറ്റേ തേയിലത്തോട്ടവും. നമുക്ക് വീണ്ടും ഇത് ചുവന്ന ക്യാബേജാട്ടോ. ചുവന്ന ക്യാബേജ്. ഇത് ഗ്രീൻ ക്യാബേജ്. നല്ല അടിപൊളി ക്യാബേജ് കേട്ടോ. ഇതങ്ങനെ പോവും. ഇത് പറിച്ച് കഴിഞ്ഞ ഭാഗമാണ്. ഇതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി പറിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ക്യാബേജ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ദിവസത്തെ യാത്രയായിരുന്നു ഞങ്ങളുടേത്. രാവിലെ 8 മണിക്ക് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പം സമയം ഏതാണ്ട് 5 മണിയായി. ഇവിടെ എല്ലാ ഭാഗവും അടച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എവിടെയും പോകാൻ കഴിയില്ല, കാരണം നാളെ ഞങ്ങൾ നാട്ടിലെത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എന്തായാലും സാധിക്കില്ല. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ ഏതാണ്ടും ദിവസങ്ങൾക്കകം തന്നെ തിരിച്ചു വരുന്നതാണ്. നല്ല തണുപ്പുമുണ്ട്. ഇതൊക്കെ കാണാൻ കഴിഞ്ഞു. ഒരു യാത്രയിൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ
ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുമുട്ടാനും ഇതുപോലുള്ള സംഗതികൾ കാണാനും എല്ലാം സാധിക്കുള്ളൂ. മറ്റത് നമ്മൾ കുറേ പാർക്ക് പോയി അവിടെ പോയി ഇവിടെ പോയിട്ടൊന്നും കാര്യമില്ല. ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യണം. അപ്പം ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ നിത്യോപയോഗത്തിൽപ്പെട്ട ഒരു സാധനം കൂടെയാണ്. അപ്പോൾ ഇത് കഴിച്ചാൽ മാത്രം പോരാ, എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാകുന്നത് എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല. എന്തായാലും ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് വരെ ബൈ.